ഹായ്, എൻ്റെ പേര് ദേവി. എൻ്റെ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചെന്നിത്തലയിലാണ്. ഞാൻ അമ്മയും കുഞ്ഞിനെയും പറ്റി അറിയുന്നത് എൻ്റെ ഒരു കസിൻ വഴിയാണ്. അതിനുശേഷം ഞാൻ കസിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ നമ്പർ വാങ്ങിച്ചു. എന്നിട്ട് ഞാൻ അമ്മയും കുഞ്ഞിനെയും കോണ്ടാക്ട് ചെയ്തപ്പോൾ എൻ്റെ ഒരു ഡോക്ടർ എന്നെ വിളിക്കുകയും എനിക്കിപ്പോൾ ഉള്ള അസുഖങ്ങളും എൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം എനിക്ക് തൈറോയിഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പറഞ്ഞു ഞാൻ. അപ്പോൾ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ഡെലിവറി എന്നാണോ ആവുന്നത് അത് എന്നാണോ ആ ഡേറ്റ് വിളിച്ചു പറ, അപ്പോൾ അതിനനുസരിച്ച് സ്റ്റാഫിനെ വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഡെലിവറിക്ക് ശേഷം എൻ്റെ ഹസ്ബൻഡ് ഈ ഡോക്ടറിനെ കോണ്ടാക്ട് ചെയ്യുകയും എന്നാണെന്നുള്ള കാര്യം പറയുകയും ചെയ്തു. അപ്പം അതിനുശേഷം പിന്നെ ഒരു പൊക്കിൾക്കൊടി വീണിട്ടേ കുഞ്ഞിനെ കുളിപ്പിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വന്ന് ഡെലിവറി ആയതിനു ശേഷം ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു പൊക്കിൾക്കൊടി വീഴാനുള്ള സാധ്യത വന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ വിളിച്ചു പറഞ്ഞു. അപ്പം വത്സലയെന്ന് പറയുന്നൊരു സ്റ്റാഫിനെ അവിടെ നിന്ന് വിടുകയും ചെയ്തു. അപ്പം പുള്ളിക്കാരി വന്നു. ഞങ്ങളെ അന്ന് തന്നെ എനിക്ക് കുളി സ്റ്റാർട്ട് ചെയ്തു. നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. എനിക്ക് മസാജായിരുന്നു ആദ്യം ചെയ്തിരുന്നത്. മസാജ് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല പെയിൻ ആയിരിക്കുമല്ലോ, ഡെലിവറി എന്ന് പറയുമ്പോൾ തന്നെ നല്ല പെയിൻ ആയിരിക്കുമല്ലോ. അപ്പോൾ ആ പെയിൻ എല്ലാം ആ ഒരു സ്റ്റാർട്ടിങ് ദിവസം ഉള്ള മസാജ് എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. കാര്യം നല്ല പെയിനും ഒക്കെ ഉണ്ടായിരുന്നു, കാലിനൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു. പക്ഷെ 2-3 ദിവസത്തെ ഇതിന് ശേഷം നല്ല മാറ്റം ഉണ്ടായി. എനിക്ക് കാലിനൊക്കെ ആണെങ്കിലും നല്ല മാറ്റം ഉണ്ടായിരുന്നു. പിന്നെ അവർ കുളിക്ക് ശേഷം അതിന് മുമ്പായിട്ട് തന്നെ തല മസാജ് ചെയ്യുകയൊക്കെ ചെയ്തു. പിന്നെ മുഖത്തൊരു ഇടാനായിട്ടൊരു ക്രീമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ല എഫക്റ്റീവ് ആയിരുന്നു. പിന്നെ മുഖത്തൊരു പാക്കൊക്കെ ഇടുമായിരുന്നു. പിന്നെ പയറുപൊടി ഉപയോഗിച്ചിട്ടായിരുന്നു കുളിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ നല്ല രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു നടന്നത്. ആദ്യത്തെ 7 ദിവസമായിരുന്നു മസാജും കുളിയും. അടുത്ത 7 ദിവസം പൊടിക്കിഴിയായിരുന്നു. പൊടിക്കിഴി എന്ന് പറയുമ്പോൾ തന്നെ നല്ല ചൂടോടുകൂടി നല്ല രീതിയിൽ കിഴി ഇടുമ്പോൾ തന്നെ നല്ല വ്യത്യാസം, ആ ഒരു കിഴി വന്നപ്പോൾ തന്നെ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ അവസാനത്തെ ഇലക്കിഴിയായിരുന്നു. ഇലക്കിഴിയും കൂടെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല മാറ്റം ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ സ്റ്റാഫ് നിൽക്കുകയും സഹകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് രാവിലെ തന്നെ കുളി കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഒരു കഞ്ഞി നമുക്ക് തരും. ഉലുവയൊക്കെ ചേർത്തിട്ടുള്ള ഒരു കഞ്ഞി തരും. നല്ല ചൂടോടുകൂടി നമുക്ക് കൊണ്ട് തരുമായിരുന്നു. അപ്പോൾ അത് കുടിക്കുമ്പോൾ അപ്പം തന്നെ നമ്മുടെ വയറ് നിറയുമായിരുന്നു. പിന്നെ ഉച്ചക്കത്തെ ചോറൂടൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് നല്ല പ്ലസൻ്റായിട്ട് തന്നെയായിരുന്നു നമ്മളിരുന്നിരുന്നത്. പിന്നെ വൈകുന്നേരം ആകുമ്പം നമുക്ക് എന്താണോ നമുക്കിഷ്ടമുള്ള ആഹാരം അതിനനുസരിച്ച് അവർ വെച്ച് തരുമായിരുന്നു. പിന്നെ വൈകുന്നേരത്തെ ചോറ്, അപ്പോൾ ഇതെല്ലാം നമുക്ക് കൃത്യം സമയത്ത് നമുക്ക് എടുത്ത് തരികയും വെള്ളമാണെങ്കിലും അതെല്ലാം നമുക്ക് കൃത്യമായിട്ട് എടുത്ത് തരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റാഫ്. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് എപ്പോഴും നമ്മളോട് ചോദിക്കും, നമുക്ക് എങ്ങനെയുണ്ട്, നമുക്ക് വല്ല വേദനയുണ്ടോ, തലവേദനയുണ്ടോ. അപ്പോൾ ഇടയ്ക്ക് എനിക്ക് മൈഗ്രെയിൻ്റെ ഇച്ചിരി പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ദിവസമാണെങ്കിൽ എനിക്ക് തലയിൽ എണ്ണയൊക്കെ തേച്ചപ്പോൾ നല്ല ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മൈഗ്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നല്ല മസാജിങ് ഒക്കെ ചെയ്ത് അത്യാവശ്യം നല്ലതായിട്ട് തന്നെ ആ മൈഗ്രെയിൻ തന്നെ കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ മാറി പുള്ളിക്കാരിയുടെ മസാജിങ് കൊണ്ട് തന്നെ. പിന്നെ പോകാൻ ഞാൻ വിചാരിച്ചു എണ്ണയൊന്നും ഒരുപാട് യൂസ് ചെയ്യേണ്ട കാര്യമില്ല, തലയ്ക്ക് നല്ല വേദന എടുക്കുമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അങ്ങനെയൊന്നും പ്രശ്നം വന്നില്ല. 2, 3, 4 ഒക്കെ ദിവസം ആയപ്പോഴത്തേക്ക് തന്നെ മൈഗ്രെയിൻ നല്ല മാറ്റം ഉണ്ടായിരുന്നു. പിന്നെ നല്ല ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെയായിരുന്നു സ്റ്റാഫിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ ഇടയിൽ ഡോക്ടർ ഇടയ്ക്കിടയ്ക്ക് ഫോളോ അപ്പ് ചെയ്ത് നമുക്ക് എങ്ങനെയുണ്ട്, നമുക്ക് സ്റ്റാഫുമായിട്ട് തൃപ്തിയാണോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഡോക്ടർ നമ്മളോട് ചോദിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അല്ലാതെ നമ്മളൊരു ഭാഗത്ത് നിന്നിട്ട് ഡോക്ടറിൻ്റെ ഒരു രീതിയിലുള്ള റെസ്പോൺസോ അമ്മയും കുഞ്ഞിൻ്റെ ഒരു റെസ്പോൺസോ അങ്ങനെയൊന്നും ഇല്ലാതൊന്നും ഇരുന്നില്ല. നല്ല രീതിയിൽ തന്നെയാണ് അവർ റെസ്പോണ്ട് ചെയ്തിരുന്നത്. നമ്മളെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഡോക്ടർമാരെല്ലാം അതിനകത്തുണ്ട്. അപ്പോൾ അവർക്ക് എന്താണോ ആരാണോ അപ്പം കാണുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള റിപ്ലൈയും ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു അമ്മയും കുഞ്ഞിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഇനിയും തുടർന്നും ആരെങ്കിലും എൻ്റെ കസിൻസ് ആണെങ്കിലും ഫ്രണ്ട്സിനാണെങ്കിലും ഒക്കെ അമ്മയും കുഞ്ഞിനെ സജസ്റ്റ് ചെയ്യാൻ തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അമ്മയും കുഞ്ഞിനും ഒരുപാട് താങ്ക്സ്.